നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എൻസ്കേപ്പിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് എൻസ്കേപ്പിൽ നമുക്ക് എങ്ങനെ ഒരു വീഡിയോ നമുക്ക് ടി വിയിലൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു ലീനിയർ ലൈറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും. ലീനിയർ ലൈറ്റിനെ പറ്റി ഒരു ക്ലാസ് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയി ഏതോ ഒരു ട്യൂട്ടോറിയലിൽ. അപ്പോൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയാമെന്ന് വിചാരിച്ചു. പലരും അങ്ങനെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാനൊരു ടി വി കബോർഡ് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്കെച്ചപ്പിൻ്റെ വർക്കും കാണാം, അതുപോലെ തന്നെ ഇപ്പുറത്ത് എൻസ്കേപ്പിൻ്റെ ഇതും കാണാം. അപ്പോൾ ഈ ടി വിയിലേക്കാണ് നമ്മൾ വീഡിയോ കൊണ്ടുവരേണ്ടത്. വീഡിയോ കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, .mp4 ഫയലായിരിക്കണം. MOV ആണെങ്കിൽ വർക്ക് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ MOV ഫയൽ കൊണ്ടുവരാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ MP4 ഫയൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളൊരു സിനിമയാണ് ഇതിലോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വലിയ ഫയലാണെങ്കിലും അത് എടുക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ തന്നെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങളിപ്പോൾ 3D വെയർ ഹൗസിൽ നിന്ന് അങ്ങനെ ആയിരിക്കും ഈ ഒരു ടി വി മോഡൽ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഒരു ടെക്സ്ചർ കൊടുക്കുന്ന ആ അതിലൊരു കളറുണ്ടല്ലോ, ഈ ബ്ലാക്ക്. ഇപ്പോൾ ഈ ഒരു ബ്ലാക്കാണ്, ബാക്കിയുള്ളിടത്ത് ഒരു സിൽവർ കളറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് കളറ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിൽ ബക്കറ്റ് ടൂളിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഇവിടെ മാത്രം നമ്മൾ ആ ഒരു സ്ക്രീൻ കൊണ്ടുവരേണ്ട ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ടി വി കബോർഡ് ഞാൻ സ്കെച്ചപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് മാത്രമായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? അവിടെ ഞാൻ ഇപ്പം ബക്കറ്റ് ടൂൾ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടി വി കളറെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്കാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ എൻസ്കേപ്പ് മെറ്റീരിയൽ എഡിറ്റർ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനൊരു ബോക്സ് ഓപ്പണായി വരും. ഇതിൽ ഈ ടെക്സ്ചർ എന്നുള്ളത്, അതായത് ജനറിക്കൽ എന്നുള്ളതിൽ ഈ അൽബിദോ എന്ന് എഴുതിക്കുന്ന എന്തരാണ് അന്ത് ഇതിൽ ടെക്സ്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, ടെക്സ്ചർ മറന്നു വരുന്നത്. ഈ ടെക്സ്ചറാണ് എടുക്കേണ്ടത്. നമ്മുടെ സ്കെച്ചപ്പിൽ ബക്കറ്റ് ടൂളിൽ ടെക്സ്ചർ അല്ല നോക്കേണ്ടത്. എൻസ്കേപ്പിൽ ഈ എൻസ്കേപ്പ് മെറ്റീരിയൽ എഡിറ്റർ എന്നുള്ളതിൽ ഈ ടെക്സ്ചറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നമ്മുടെ വീഡിയോ കിടക്കുന്നത് ആ വീഡിയോ ഇതിലേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ്ട് ഇപ്പോൾ സ്കെച്ചപ്പ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത ആ വീഡിയോ സെലക്ട് ചെയ്യുന്നു, ഞാനത് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ നോക്കണ്ട, നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കെച്ചപ്പിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ വീഡിയോ ഒരു സ്റ്റിൽ ഇമേജ് വന്നിട്ടുണ്ട്. വീഡിയോ തന്നെയാണ്. ഇപ്പോൾ അത് നമ്മളിപ്പോൾ എൻസ്കേപ്പിൽ അങ്ങോട്ട് ഞാൻ തിരിക്കുമ്പോൾ മാത്രമേ അത് ഇതാണ്ടോ വർക്കാവുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യണം. അപ്പോൾ ഞാനിതിനെ ഇപ്പോൾ തൽക്കാലം ഇത് ഒന്ന് ക്ലോസ് ചെയ്യണം. ഈ എൻസ്കേപ്പ് മെറ്റീരിയൽ എഡിറ്റർ എന്നുള്ളത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് നോക്കാം. നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് സ്കെച്ചപ്പിലാണ് കേട്ടോ. ഇപ്പോൾ ഓട്ടോമാറ്റിക് കണ്ടോ, നിങ്ങളിപ്പം എൻസ്കേപ്പിലും സ്കെച്ചപ്പിലും നമുക്ക് ഇത് നമ്മുടെ ഇട്ട വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രെയിം സൈസ്, അതായത് ടി വിയുടെ ഫ്രെയിം സൈസിലാക്കണം. ഇപ്പം ടി വിയുടെ ഫ്രെയിം സൈസ് അറിയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ടേപ്പ് ടൂൾ എടുത്തിട്ട് ഇതിന് മെഷർമെൻറ്റ് നോക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തേക്കുന്നത് 1:23 1.23 മീറ്ററും 70 സെൻറ്റിമീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെന്ന് ബക്കറ്റ് ടൂൾ എടുക്കുന്നു, എഡിറ്റിൽ പോകുന്നു. എഡിറ്റിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ വാല്യൂ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 1.23യും ഹൈറ്റ് എന്ന് പറയുന്നത് 0.70 ആണ്. അപ്പോൾ വാല്യൂ സെറ്റ് ചെയ്തു. വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം കറക്റ്റായി വരേണ്ടതാണ്. നമുക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്ചർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, കറക്റ്റ് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ സ്കെച്ചപ്പിൽ ചെയ്ത ആ ഒരു മെഷർമെൻറ്റിൽ ഇതാ ഇവിടെ എൻസ്കേപ്പിൽ കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും സ്റ്റില്ലായിട്ട്. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു വാക്ക് ത്രൂ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ടി വിയുടെ ആവശ്യമാണ്. നമുക്ക് സ്റ്റിൽ ഇമേജ് ചെയ്യുകയാണെങ്കിൽ ടി വിയുടെ ആവശ്യമില്ലല്ലോ, ടി വിയിൽ വീഡിയോ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു വാക്ക് ത്രൂ ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും
വിനായകനും സുരേഷ് ഗോപിയൊക്കെ വരണത് ഒക്കെ നമുക്ക് ചെയ്യേണ്ട. രജനീകാന്ത് എല്ലാം ഇനിയിപ്പം എല്ലാ നടന്മാരെയും പറയണോ? പ്രശ്നമാവുമല്ലോ, പറയേണ്ടിയിരുന്നു. പോട്ടെ. ഇനി അവരുടെ ഫാൻസുകാരൊന്നും ഇനി വല്ലതും പറയുമെന്നോ? പോട്ടെ, ഇനി പോട്ടെ. ഞാൻ ഒരു നടന്മാരെയും പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലുള്ള വീഡിയോകൾ ഇട്ട് നമുക്ക് ഞാനിപ്പോൾ എൻസ്കേപ്പ് തിരിക്കുകയാണ്. എൻസ്കേപ്പിന് അങ്ങനെ വേണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് വീഡിയോ വാക്ക് ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് ടി വിയിൽ ഇങ്ങനെ വീഡിയോ കാണാൻ പറ്റും. വീഡിയോയുടെ മെഷർമെൻറ്റ് സ്കെച്ചപ്പിൽ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ എൻസ്കേപ്പിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് കൂടെ ഒന്ന് നോക്കാം. ബക്കറ്റ് ടൂൾ എടുക്കുക. ബക്കറ്റ് ടൂൾ എടുത്തിട്ട് നമ്മുടെ ആ ഒരു സെലക്ഷൻ, നമ്മൾ ടി വി കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻസ്കേപ്പിൻ്റെ മെറ്റീരിയൽ എഡിറ്റിൽ പോയിട്ട് ആൽബിദോയിൽ ഇതാകണ്ട, ഇത് സ്കെച്ചപ്പ് ടിപ്സ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്, അതായത് ആ വീഡിയോ ആണ് എടുത്തത് MB4. ആ വീഡിയോയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്പ്ലിസിറ്റ് ടെക്സ്ചർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത്. അത് വ്യക്തമായ ടെക്സ്ചറിൻ്റെ രൂപാന്തരണം. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. വിഡ്ത്ത് കൊണ്ട് ഹൈറ്റ് കൊണ്ട് കണ്ടത്. അതിപ്പോൾ നമ്മളിപ്പം സ്കെച്ചപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത അതേ സംഭവം തന്നെ ഇത് ഇവിടെ കിടപ്പുണ്ട്. 1.23 മീറ്റർ, 0.7 മീറ്റർ. അപ്പോൾ പിന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നെങ്കിൽ നമുക്കിവിടെ റൊട്ടേഷനും കാര്യങ്ങളും ചെയ്യാം. ഞാൻ സാധാരണ ചെയ്യുന്നത് സ്കെച്ചപ്പിലിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്തിട്ട് ടെക്സ്ചറൊക്കെ ഒന്ന് അലൈൻമെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എൻസ്കേപ്പ് ചെയ്യാറില്ല. പക്ഷേ എൻസ്കേപ്പിന് വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ എൻസ്കേപ്പിലെ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ കറക്കുകയാണ്. അപ്പോൾ സാധാരണ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ടൈലിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൽ നമുക്ക് റിഫ്ലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ടൈലിൽ ജസ്റ്റ് ഇവിടെ കാണാം. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒറിജിനാലിറ്റി കൊണ്ടുവരണം, ഇത് വേണം എന്ന് വെച്ചാൽ ആ ഒരു റിഫ്ലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പം കണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ടി വിയോടെ കാണുന്നുണ്ട്, ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എൻസ്കേപ്പിൻ്റെ മെറ്റീരിയൽ എഡിറ്റർ എന്ന് പറയുന്ന ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, സെൽഫ് ഇലുമിനേറ്റഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ടൊരു പ്രകാശം ഇതിൽ വരും. നമുക്ക് പ്രകാശം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾ കുറച്ചൊന്ന് വെട്ടം കൂട്ടി കൊടുത്താൽ നിങ്ങൾ താഴെ നോക്കുക. അതിൻ്റെ ആ ടി വിയുടെ അതേ ഒരു റിഫ്ലക്ഷൻ നമുക്ക് സാധാരണ ടി വി കാണുമ്പോൾ കിട്ടുന്ന, സാധാരണ ടി വി കാണുമ്പോഴല്ല, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ടി വി വെച്ചേക്കുന്ന റൂമിൽ ഒരു സിറാമിക് ഗ്ലോസി എഫക്റ്റുള്ള ടൈലാണ് ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു റിഫ്ലക്ഷൻ അവിടെ ആ ടൈലിൽ വരും. അത് വേണമെങ്കിൽ നമുക്കിവിടെ അതേപോലെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഉണ്ടാവും കറക്റ്റായിട്ട് നമ്മൾ ടി വിയൊക്കെ കാണിക്കുന്നു, അതാ ഇങ്ങനത്തെ ഒരു ആനിമേഷൻ കൊടുക്കുന്നു, ഫ്രണ്ടിലേക്ക് വരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഒറിജിനാലിറ്റി അവിടെ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് കൂടുതലായിട്ട് തോന്നും. അത് നിങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കളർ പാറ്റേൺ വല്ലതും കൊടുക്കാം. കാരണം ഇവിടെ ഒരു കളർ ഇവിടെ കളർ കൊടുത്ത് വേണമെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാനിതൊക്കെ ഒന്ന് നേരെ പഴയ ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ ടി വിയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ അനിമേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടി വിയിലേക്ക് ഒരു വീഡിയോ കൊണ്ടുവരുന്ന ഈസി മെത്തേഡാണ്. വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ടതില്ല. ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. ആ ഇതിലേക്ക് നമ്മൾ കളർ അപ്ലൈ ചെയ്യും പോലെ അപ്ലൈ ചെയ്യുക. നമുക്കിനി ഒരു ലീനിയർ ലൈറ്റ് എങ്ങനെയാണ് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ ഈ ടി വിയുടെ അടുത്ത് തന്നെ ആയിട്ട്, അതായത് നമ്മുടെ ഈ ടി വിയുടെ സൈഡിലുള്ള വാളിൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വാളിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിനകത്തേക്ക് കയറി. ഇനി ഞാൻ ലൈൻ ടൂൾ എടുക്കുന്നു. ഇവിടെ ചേർത്ത് ഞാൻ ഇവിടെ നിന്ന് ഒരു 210 കൊടുക്കാം. 210 നമുക്ക് ആ ലൈറ്റിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് ഒരു 0.02 കൊടുത്തു, നേരെ താഴേക്ക് കൊടുത്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ അതിനെ സെലക്ട് ചെയ്യുന്നു. നമുക്കൊരു കോപ്പി എടുക്കാം അല്ലേ. കോപ്പി കൊടുത്തു, ഇവിടെ മാറ്റി വെച്ചു. അതുപോലെ ഇവിടെയും കോപ്പി എടുത്ത് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് വെച്ചു. ഒരു 3 ലൈറ്റ് ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ. ഇനി ഈ ഒരു ലൈറ്റിൻ്റെ ഇതൊന്ന് ഞാനൊന്ന് ഹൈറ്റ് കുറയ്ക്കുകയാണ്. ഓക്കെ, കുറച്ചുകൂടെ വേണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, ഇനി
ഞാൻ ബക്കറ്റ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഒരു കളറ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് കളറിലേക്ക് പോവാം. ഇതിൽ നിന്ന് ഞാനൊരു കളർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് ഞാൻ പേരും കൊടുക്കുന്നു. MC എന്ന പേര് അറിയാലോ. നമുക്ക് എൻസ്കേപ്പിൽ സിറാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലിൻ്റെ എഫക്റ്റ് വരും. MC എന്നടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് വരും. പിന്നെ മെറ്റൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ മെറ്റലിൻ്റെ എഫക്റ്റ് വരും. അപ്പോൾ ഈസിയാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ MC EMISSIVE എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തു. എൻ്റെ ഈ കളർ ഞാൻ ഇതിലേക്ക് ഇത് ഗ്രൂപ്പാണല്ലോ, ഡബിൾ ക്ലിക്ക് ചെയ്തു ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാളിൽ അത് കാണാൻ സാധിക്കും, ആ ലൈറ്റ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്തിട്ട് ഒരു കുറച്ച് പ്രൊജക്ഷൻ 0.001 എന്നുള്ള ഒരു പ്രൊജക്ഷൻ കൊടുത്തു. ഇതിലെല്ലാം ഞാനൊരു ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻസ്കേപ്പിൻ്റെ മെറ്റീരിയൽ എഡിറ്ററിലോട്ട് പോയിട്ട് ഇതിൻ്റെ കളറിൻ്റെ ലൂമിയൻസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എൻസ്കേപ്പിലേക്ക് വരാം. എൻസ്കേപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ലീനിയർ ലൈറ്റ് നമുക്ക് വാളിൽ കറക്റ്റായിട്ട് കാണാവുന്നതാണ്. കണ്ടോ? ഇതിപ്പം പ്രത്യേകിച്ച് നമുക്കൊരു റെക്റ്റാങ്കിൾ ലൈറ്റ് ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ പ്രകാശം ഓൾറെഡി ഇപ്പം നമുക്ക് ഇവിടെ ടൈലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ട. ഇതിനൊക്കെ ഒന്ന് ഡിസ്റ്റൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം, അതായത് MC എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഒരു ലൈൻ 2 ലൈൻ വരച്ചിട്ട് അതിനകത്ത് ഒരു കളർ അപ്ലൈ ചെയ്യുന്നു, അതിൽ MC എന്ന് കൊടുക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈറ്റ് അവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അതുപോലെ ഞാൻ ഇവിടെ ആണെങ്കിൽ ഞാൻ റൂഫിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, ഞാൻ റെക്റ്റാങ്കിൾ ലൈറ്റ്, അത് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യട്ടെ. റെക്റ്റാങ്കിൾ ലൈറ്റ് ഉണ്ടോ റൂഫിൽ കൊടുത്തിങ്ങനെ ഉണ്ടോ? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ടൂൾ എടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രകാശം കൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരു നല്ല രീതിയിലൊരു പ്രകാശം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര ലൈറ്റ് കൊടുത്താലും ഇടയ്ക്കൊന്ന് ഹിഡൻ ആയിട്ട് കുറച്ച് ലൈറ്റുകൾ കൊടുത്താൽ മാത്രമേ ആ റൂമിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾക്ക് താഴെ നോക്കിയാലും കാണാം. കണ്ടോ? ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ താഴെ വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഒന്ന് ഈ ഒരു ലൈറ്റിൻ്റെ പവർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കുറയ്ക്കാം. ഇത് കൂട്ടി ഇട്ടിരിക്കുകയാണ്, നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ആ ലൈറ്റിൻ്റെ എഫക്റ്റ് ഇവിടെ, ആ ലീനിയർ ലൈറ്റിൻ്റെ എഫക്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അകത്തി വയ്ക്കണം. ഞാൻ മെഷർമെൻ്റ് ഒന്നും കൊടുക്കാതെ നിങ്ങളൊന്നും കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് അടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് അകത്തി കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇങ്ങനെ കറക്കിയൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. യഥാർത്ഥത്തിൽ ഈ ഒരു ഡിസൈനിനനുസരിച്ചിടത്തോളം ഇവിടെ ഈ ഒരു ലീനിയർ ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മറ്റൊരു ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് കാണിക്കുന്നതിനേക്കാളും നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ലീനിയർ ലൈറ്റും ഈ എൻസ്കേപ്പ് എന്നുള്ള ഇതിൽ ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻസ്കേപ്പിനെ പറ്റിയോ സ്കെച്ചപ്പിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് മുഖാന്തരം അറിയിക്കുക. ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്ത് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.